എൻ്റെ പേര് ജാസ്മിൻ തോമസ്. ഞങ്ങൾ നെട്ടൂര് മരട് നിന്നാണ് വരുന്നത്. എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാൻ, ഇന്ന് ഈ അൾത്താരയിൽ വന്നൊന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് എൻ്റെ ഈശോയും മാതാവും എന്നെ അനുവദിച്ച് എനിക്ക് കൃപ തന്നതിന് മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി. എനിക്ക് പറയാനുള്ള എൻ്റെ സാക്ഷ്യം, എൻ്റെ ഈ കുഞ്ഞാണ്. ഇവള് 6-ാം മാസത്തിൽ, എൻ്റെ പ്രഗ്നൻസിയിലെ 6-ാം മാസത്തിൽ ഇവളെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്തെടുക്കേണ്ട വന്നു. അന്ന് എടുക്കുമ്പോൾ ഇവൾ 610 ഗ്രാമേ ഉള്ളൂ. അതായത് 1 കിലോ പോലും ഇല്ല ഈ കുഞ്ഞ്. അതായത് 26-ാമത്തെ ആഴ്ച എനിക്കുണ്ടായതാണ്, 6-ാം മാസം ജസ്റ്റ് കംപ്ലീറ്റഡ്. അങ്ങനെ ഉണ്ടായ ഒരു കുഞ്ഞ് വെറും 610 ഗ്രാം, എൻ്റെ ഈ കൈയുടെ ഉള്ളംകൈയുടെ അത്രയും പോലും ഇല്ല ഇവളന്ന്. ഇവളെ സിസേറിയൻ ചെയ്ത് എടുക്കുമ്പോൾ ഡോക്ടേഴ്സിന് പോലും അത്ഭുതമായിരുന്നു ഇവളെ എങ്ങനെ രക്ഷിച്ചെടുക്കുമെന്ന്. ഇവൾ വെൻറ്റിലേറ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു. ഇനിയൊരു വെൻറ്റിലേറ്റർ ഇതിനപ്പുറം ഇല്ലായിരുന്നു. അങ്ങനെ ICUയിൽ അഡ്മിറ്റ് ആവുന്നു. ഒരു 4 മാസം കഴിഞ്ഞാണ് ഇവൾ ഡിസ്ചാർജ് ആവുന്നത്. ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്, ഒപ്പം എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും. ഇവളുടെ സിസേറിയൻ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് IAH എന്ന് പറഞ്ഞൊരു അസുഖം എനിക്ക് വന്നു. അതായത് അതിനെ ഇഡിയോപ്പതിക് ഇൻട്രാക്രൈനൽ ഹൈപ്പർടെൻഷൻ അതിൻ്റെ ഡയഗ്നോസിസ് പറയുന്നത്. അത് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തലയിൽ പ്രഷർ കയറുന്നതാണ്. അതായത് നമുക്ക് ബ്ലഡ് പ്രഷറല്ല, നമ്മുടെ BP എന്ന് പറയുന്ന പ്രഷറല്ല, തലയ്ക്കകത്ത് വെള്ളം കെട്ടി അത് എൻ്റെ കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിച്ചു. എനിക്ക് കാണാൻ കഴിയത്തില്ല, സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല, ലൈറ്റ് കാണാൻ പറ്റത്തില്ല, വായിക്കാൻ പറ്റത്തില്ല. ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ബൈബിൾ വായിക്കാൻ പറ്റത്തില്ല, ഫോൺ സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ എൻ്റെ മൂത്ത കുഞ്ഞ് എന്നോടൊന്ന് അമ്മ എന്ന് വിളിച്ച് എനിക്ക് ആ സൗണ്ട് പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയ്ക്കും ഒരു സിംറ്റമാറ്റിക് ആയിരുന്നു. അത് ഡിസ്ചാർജ് ചെയ്ത് 5 ഡേയ്സ് കഴിഞ്ഞ് തലവേദന സ്റ്റാർട്ട് ചെയ്തു, ഹൈ BP ആയി, ഡയഗ്നോസ് ചെയ്യാൻ ഡിലേ ആയി. പിന്നെ അവസാനം നടുവിൽ നിന്ന് കുത്തി അവർ തലയിലെ വെള്ളം എടുത്തപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് എനിക്ക് ഇങ്ങനൊരു അസുഖമാണെന്ന്. അങ്ങനൊരു അസുഖത്തിന് അവർക്ക് ശരിക്കും ഞാൻ തളർന്നു പോകേണ്ട ഒരു അസുഖമായിരുന്നു. അത് അങ്ങേറ്റം അതിൻ്റെ പ്രഷർ 36, അതിന് മെഡിക്കൽ ടേംസിൽ പറയുമ്പോൾ 36 ഒത്തിരി ഹൈ ആണ്. മാക്സിമം 10 to 15 വരാവുള്ളൂ. അതിൻ്റെ ഡബിളിന് മേളിൽ പോയി എൻ്റെ ആ ഒരു പ്രഷർ എന്ന് പറയുന്നത്. എനിക്കാരും കാണാൻ കഴിയത്തില്ല, എനിക്ക് സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഭയങ്കര സിംറ്റംസ് ആയിരുന്നു. അങ്ങനെ അവിടെ ഡയഗ്നോസിസ് സ്റ്റാർട്ട് ചെയ്തു, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പെയിൻ കുറയുന്നില്ല. അങ്ങനെ ഇവിടെ അന്നേരം NIC കിടക്കുവാണ്. ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ നേഴ്സാണ്. എൻ്റെ ഫാമിലി എന്ന് പറയും, ഞാൻ ഹസ്ബൻഡും ഈ മൂത്ത കുഞ്ഞും ഇളയവളും ഞങ്ങൾ ഖത്തറിലാണ്. ഇത് ഹസ്ബൻഡിൻ്റെ മമ്മയാണ്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് കൂട്ടിന് വേറെ ആരും ഇല്ല. അപ്പോൾ എനിക്ക് ട്രീറ്റ്മെൻറ്റ് അവിടെ നിന്ന് അത് ശരിയാവുന്നില്ല. എനിക്ക് നാട്ടിൽ വരണം. ഇവൾ NIC കിടക്കുന്നു. എനിക്ക് കൊച്ചിനെ കാണാൻ പോലും പോകാൻ പറ്റത്തില്ല, കാരണം എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ താമസിച്ച് ഒത്തിരി പ്രോബ്ലംസ്. എനിക്ക് ഒന്നും പറ്റുന്നില്ല, ലൈറ്റ് വെറുതെ വെയിലിൽ വെട്ടം പോലും കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഇവളുടെ ഡോക്ടേഴ്സ് തന്നെ എന്നെ ഒത്തിരി കൗൺസിൽ ചെയ്തു. അവർ പറഞ്ഞു, ആദ്യം അമ്മ ജീവനോടെ ഇരുന്നാൽ കുഞ്ഞിനെ കിട്ടിയിട്ട് കുഞ്ഞിന് കാര്യമുള്ളൂ, കുഞ്ഞിന് അമ്മ ഇല്ലാണ്ട് വന്നിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് നാട്ടിൽ ട്രീറ്റ്മെൻറ്റിന് വിട്ടു. നാട്ടിൽ ട്രീറ്റ്മെൻറ്റിന് വന്നു കാണിച്ചു. സാർ എന്നെ തിരിച്ച് വിട്ടില്ല, ഞാൻ ഹോസ്റ്റലിലെ ട്രീറ്റ്മെൻറ്റ് എടുത്ത്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വന്ന് എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണം. ഞാൻ ഉടമ്പടി ഓൾറെഡി എടുത്തിട്ടാണ് ഖത്തറിൽ പോയത് 2024. ഇവിടെ വന്ന് 2025 ജൂണിൽ ഞാൻ വന്ന് ആ ഉടമ്പടി പുതുക്കി. അന്ന് വെച്ച നിയോഗമാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ. NIC ഫുൾ ട്യൂബാണ്. ഇവൾ നമ്മുടെ കൈ തരത്തില്ല, കാരണം ഇവൾ അങ്ങോട്ട് തിരിക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് തിരിക്കാൻ പറ്റില്ല, കാരണം അത് ആ ബോഡി ടോളറേറ്റ് ചെയ്യത്തില്ല. അങ്ങനത്തെ അത്രയും കുഞ്ഞൊരു ബോഡിയാണ് അത്. അപ്പോൾ അവളുടെ ഒരു ഫോട്ടോ എടുത്ത് വന്നു, ഇവിടെ നിന്ന് പ്രിൻ്റ് എടുത്തു. ജോസഫ് അച്ഛനെ ഇവിടെ നിന്ന് ഞാൻ ആ ഫോട്ടോ കൊടുത്തു. ജോസഫ് അച്ഛൻ അന്ന് അത് മാതാവിൻ്റെ പാദത്തിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചു, തൈലം വെച്ചു, അതിനെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിൽ ആ ഫോട്ടോ തന്നു. ആ ഫോട്ടോ ഇന്നും എൻ്റെ ഉടമ്പടി പത്രികയിൽ ഇരിക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടി ഞാൻ വെച്ച ഉടമ്പടി അതായിരുന്നു. അത് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ നിന്ന് പോയി എൻ്റെ അസുഖത്തിനും വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ മൂത്ത മകൻ, ഇവൻ 4 വയസ്സാവുന്നതായിരുന്നു. 4 വയസ്സായിട്ടും ഇവന് സ്പീച്ച് ഡിലേ ആയിരുന്നു. ഇവൻ 1-2 വാക്കല്ലാതെ അതിലപ്പുറം പറയത്തില്ല, 4 വയസ്സായിട്ടും. അപ്പോൾ ഇവൻ്റെ സ്പീച്ച് ഡിലേക്ക് വേണ്ടി ഞാൻ ഒത്തിരി സ്പീച്ച് തെറാപ്പിസ്റ്റ് റെഫർ ചെയ്തു, മരുന്ന് കൊടുത്തു, ഒന്നും ശരിയാവുന്നില്ല. ഇതും എൻ്റെ ഒരു ഉടമ്പടി നിയോഗമായിരുന്നു. അങ്ങനെ ഉടമ്പടി ചെയ്തു. അന്ന് ഞാൻ പോയി. അന്ന് ഞാൻ ഒത്തിരി നാളുകൾക്ക് ശേഷം, 1.5 മാസത്തിന് ശേഷം ബൈബിള് ഒരു അരമണിക്കൂർ എനിക്ക് ബൈബിൾ വായിക്കാൻ എൻ്റെ കണ്ണ് തുറന്ന് കിട്ടിയെന്ന് വേണം പറയാനായിട്ട് ആക്ച്വലി. അങ്ങനെ എനിക്ക് അന്നത് ബൈബിൾ വായിക്കാൻ പറ്റി. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, ഞാൻ ഉടമ്പടി എടുത്ത് പുതുക്കി ഇറങ്ങുമ്പോൾ എൻ്റെ മാതാവ് ഇങ്ങനെ പുറകിൽ നിന്ന് തിരിച്ച് വിളിച്ചിട്ട് ചോദിച്ചു, നീ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചു.
അപ്പോൾ ഓൾറെഡി എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതാണ്. പക്ഷേ അറിയത്തില്ല, അങ്ങനെ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ തിരിച്ചു വന്നു, ഒന്നുകൂടി എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കറിയില്ലായിരുന്നു ഹസ്ബൻഡ് അവിടെ വലിയൊരു ട്രബിൾ നിൽക്കുമായിരുന്നു എന്ന്. ഞാൻ ചെന്ന് 2-ാം ദിവസം ഞാൻ അറിഞ്ഞു എൻ്റെ ഹസ്ബൻഡ് വലിയൊരു ട്രബിളായിരുന്നു അവിടെ. അതൊരു വേറൊരു ഇഷ്യൂസ് ആയിരുന്നു. പക്ഷെ അതിനെങ്ങനെ മാനേജ് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് ദൈവം മാതാവ് എനിക്ക് ഭയങ്കര ശക്തി തന്നു, എനിക്ക് പിടിച്ചു നിൽക്കാൻ ശക്തി തന്നു. ആ പ്രശ്നത്തെ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റി അവിടെ ചെന്ന്. അങ്ങനെ അവിടെ പോകാൻ പോലും എനിക്ക് പറ്റാൻ, എൻ്റെ ട്രീറ്റ്മെൻറ്റ് കാരണം എന്നെ ഡോക്ടേഴ്സ് ഇവിടെ നിന്ന് വിടത്തില്ലായിരുന്നു. കുഞ്ഞവിടെ, ഞാനിവിടെ. അതൊരു അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് പാല് നിറഞ്ഞെൻ്റെ നെഞ്ചിൽ നിന്ന് പോകുന്നു. മരുന്ന് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇവിടെയാണ്, അത് വലിച്ചെടുക്കുന്നു, അത് കളയുന്നു. അങ്ങനെ ഞാൻ മെൻ്റലി ഭയങ്കര ഒത്തിരി ഡിപ്രസ്ഡ് ആയിരുന്നു ആ സമയത്തൊക്കെ. എന്നിട്ട് തിരിച്ചു പോകാൻ നിന്നപ്പോൾ എന്നെ ഡോക്ടേഴ്സ് അനുവദിക്കുന്നില്ല. കാരണം എൻ്റെ പ്രഷർ ഒട്ടും കുറയാതെയും എൻ്റെ കണ്ണിൻ്റെ ഇത് കഴിയാതെ ഒന്നും എന്നെ വിടത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു, പുതുക്കി ചെന്നു. സ്കാനിങ്ങിന് ഡോക്ടറെ കാണാൻ ചെന്നു. ന്യൂറോളജിയും ഐയുടെ സ്പെഷ്യലിസ്റ്റുമാണ് നമ്മളെ കാണുന്നത്. അവിടെ ചെന്നപ്പോൾ ന്യൂറോളജിയുടെ ഡോക്ടർ പറഞ്ഞു റൈറ്റ് ഐ ഓക്കെ ആയി, കുറച്ച് നോർമലായി, ഞരമ്പൊക്കെ നീര് കുറഞ്ഞു. പക്ഷേ ലെഫ്റ്റ് ഐ ഒന്നും പറഞ്ഞില്ല. ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് വിട്ടു. അവിടെ ചെന്നപ്പോൾ ഐ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞു റൈറ്റ് ഐ ഓക്കെ ആയി, ലെഫ്റ്റ് ഐ വേഴ്സൺ ആയെന്ന്. അപ്പോൾ അതെനിക്ക് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല, ഞാൻ ഉൾക്കൊള്ളത്തില്ല. കാരണം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയ കാര്യം ഒരിക്കലും നടക്കാതിരിക്കത്തില്ല. ഞാനപ്പോൾ സാർ എന്നോട് പറഞ്ഞു കണ്ണിൻ്റെ സ്കാനിങ് ചെയ്യാം, OCT എന്ന് അതിന് പറയുന്നത്, അത് ചെയ്യാൻ വിടാൻ പറഞ്ഞു. അങ്ങനെ ഒരു അരമണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു സ്കാൻ ചെയ്യാൻ വേണ്ടി. ആ സമയത്ത് അച്ഛന് വിടന്ന്, ജോസഫ് അച്ഛന് വിടന്ന് കയ്യിൽ തന്ന മാതാവിൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു കുഞ്ഞിക്കൊന്തയും 10 മണിയുടെ കുഞ്ഞിക്കൊന്ത എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എപ്പോഴും ആ അരമണിക്കൂർ ഞാൻ കൊന്ത ചൊല്ലി കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈ റിസൾട്ട് എനിക്ക് നോർമലാക്കി തന്ന് എന്നെ ഇവിടെ നിന്ന് കയറ്റി വിടണം, എൻ്റെ കുഞ്ഞ് അവിടെയാണ്, എനിക്ക് പോയേ പറ്റൂ. അങ്ങനെ റിസൾട്ട് വന്നു. 2ഉം സൂപ്പർ സീനിയേഴ്സ് ഡോക്ടേഴ്സാണ്, ന്യൂറോളജിയും ഐ സ്പെഷ്യലിസ്റ്റും. അവരെൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് തെറ്റ് പറ്റിയതാ, കണ്ണ് ഓക്കെയാണ്, കയറിപ്പൊക്കോ എന്ന്. പിറ്റേ ദിവസം ഞാൻ ടിക്കറ്റ് എടുത്തു. നെക്സ്റ്റ് ഡേക്ക് ഞാൻ കയറിപ്പോകുന്നു. അന്ന് ഞാൻ കയറിപ്പോകുന്നതിൻ്റെ അന്ന് ജൂലൈ 6th ആണ്. അന്ന് എൻ്റെ ഹസ്ബൻഡ് അവിടെ ഖത്തറിൽ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് 1 ഇയറായിട്ട് ട്രൈ ചെയ്യുക. 6 times അറ്റൻഡ് ചെയ്തു. 6 times ഹസ്ബൻഡ് ഫെയിലാവുക. അത് ഹസ്ബൻഡിൻ്റെ പ്രോബ്ലം കൊണ്ടല്ല. ആദ്യത്തെ പ്രാവശ്യം ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഒരു പ്രോബ്ലംസും ഇല്ലാതെ ചെയ്തു, അത് ഫെയിലായി. പിന്നെ ആൾക്ക് ടെൻഷനായി. അങ്ങനെ ഒരു 6 times അറ്റൻഡ് ചെയ്തു, ഫെയിലാവുന്നു. എന്ത് ചെയ്തിട്ടും അത് റെഡി ആവുന്നില്ല. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ ജൂൺ 25 ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയത്. ജൂലൈ 6 നെക്സ്റ്റ് ടെസ്റ്റ്. അതും ടെസ്റ്റ് പെട്ടെന്ന് കിട്ടത്തില്ലായിരുന്നു. നമുക്ക് 3 മാസം കഴിഞ്ഞാൽ ഓരോ ടെസ്റ്റും നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ആ ടെസ്റ്റ് പെട്ടെന്ന് കിട്ടി. അങ്ങനെ 6 പ്രാവശ്യം ഫെയിലായ ടെസ്റ്റ്. മാതാവിൻ്റെ ഉടമ്പടി ഇവിടെ വന്ന് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവിനോട് ഉടമ്പടി ചെയ്ത് ഈശോയുടെ കയ്യിൽ നിന്ന് എനിക്കത് മാതാവ് വാങ്ങിച്ചു തന്നു. 6th times. അതെങ്ങനെ പാസ്സായെന്ന് എൻ്റെ ഹസ്ബൻഡിന് പോലും അറിയത്തില്ല. അങ്ങനെ ആ ടെസ്റ്റ് ഞാൻ പാസ്സായി. അതെൻ്റെ ഒരു നിയോഗമായിരുന്നു. ഉടമ്പടി ജീവിതം കുമ്പസാരിക്കാറുണ്ട് ഞാൻ എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിലൊരു 3-4 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 3 times മിനിമം ഞാൻ കുമ്പസാരിക്കും. കാരണം ഞാൻ ഖത്തറിലാണ്, അവിടെ ഞങ്ങൾക്ക് പള്ളിയുണ്ട്. പക്ഷേ ഇവിടുത്തെ പോലെ സൺഡേ കുർബാനയല്ല, അവിടെ ഫ്രൈഡേ ആണ് നമുക്കവിടെ കുർബാന വരുന്നത്. അപ്പോൾ ഫ്രൈഡേ കുർബാന എനിക്ക് ഞാൻ സിക്കായതുകൊണ്ട് എനിക്ക് വാർഡിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് ഈവനിങ് ഷിഫ്റ്റ് മാത്രം തന്നു. കാരണം എനിക്ക് നൈറ്റിൽ മെഡിസിൻ എടുക്കുന്നുണ്ട്. മെയിൻ പ്രശ്നം മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് എനിക്ക് മെമ്മറി ലോസ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ ഓരോ സാക്ഷ്യങ്ങളും ഓരോ ഡേറ്റ് ഇട്ട് ഓരോ കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ എൻ്റെ ഡയറിക്കകത്ത് എഴുതി വെക്കുകയോ ചെയ്തത്. അതെല്ലാം ഞാൻ ആ ഡയറി കൊണ്ടുവന്നിട്ടാണ് ഞാനിപ്പോൾ ഇത് ഫുൾ പകർത്തിയത്. കാരണം ആ മെഡിസിൻ കാരണം എനിക്ക് ഒത്തിരി മെമ്മറി ലോസ് ഉണ്ടായി. അപ്പോൾ അന്ന് മറന്നു പോകാതിരിക്കാൻ അന്നേ ഞാൻ ഓരോ ദിവസത്തെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു എൻ്റെ ഡയറിക്കകത്ത്. അതിന്ന് ഞാൻ ഫുള്ള് ഇവളെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. അവിടെ എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ പോയി കുമ്പസാരിക്കും. കുർബാന കൂടാറുണ്ട്. കുർബാന മിസ്സാക്കിയ എന്തോ അന്ന് ആ ഒരാഴ്ച എനിക്ക് വേസ്റ്റായിരുന്നു. ഡ്യൂട്ടിയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരും. അതൊരു ഭയങ്കര ദൈവാനുഗ്രഹമാണ് ആ കുർബാന സ്വീകരിക്കാൻ കഴിയുന്നുള്ളത്. കുർബാനയ്ക്ക് പോകുമായിരുന്നു, കുമ്പസാരിക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊരു അനാഥാലയമുണ്ട്. അവിടെ ഒരച്ഛനാണ് നടത്തുന്നത്. അപ്പോൾ ആ അച്ഛന് അവിടുത്തെ അനാഥാലയത്തിൽ അതൊരു വയ്യാത്ത രോഗികളെ കിടത്തി ചികിത്സിക്കുകയാണ് അച്ഛൻ. അവർക്ക് ഞാൻ കുറച്ച് സഹായങ്ങൾ ചെയ്തായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. അച്ഛന് കുറേ കടമുണ്ടായിരുന്നു. അപ്പോൾ ആ കടം അച്ഛൻ പൈസയായിട്ടൊന്നും വാങ്ങിക്കത്തില്ല നമ്മുടെ കയ്യിൽ നിന്ന്. ആ വാങ്ങിക്കുന്ന കടയിൽ അച്ഛന് കുറേ പേയ്മെൻറ്റിൻ്റെ കടമുണ്ട്. അവിടെ കുറച്ച് പേയ്മെൻറ്റ് ചെയ്യുക. അങ്ങനെ
പിന്നെ ഞാൻ ഖത്തറിലാണെങ്കിലും വയ്യാത്തൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ ഞങ്ങൾ പോയി കണ്ടു. ആ കുഞ്ഞിന് ഹസ്ബൻഡും ഞാനും മൂത്ത കുഞ്ഞും, എൻ്റെ കൊച്ച് ഡിസ്ചാർജ് ആയിട്ടില്ല ആ സമയത്ത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി പോയി ആ വയ്യാത്ത കുഞ്ഞിനെ കണ്ടു. ആ ചേട്ടന് കുറച്ച് പൈസ കൊടുക്കാൻ പറ്റിയായിരുന്നു. കൃപാസന പത്രം ഞാൻ ഇവിടെ നിന്ന് മലയാളമായിരുന്നു എനിക്ക് തന്നിരുന്നത്, പക്ഷേ ഞാനത് മാറ്റി ഇംഗ്ലീഷ് വാങ്ങിച്ചു. കാരണം അവിടെ മലയാളീസിനെ ഓൾമോസ്റ്റ് എപ്പോഴെങ്കിലും എവിടെന്നെങ്കിലൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി എൻ്റെ വാർഡിലുള്ള എല്ലാ ഫിലിപ്പീൻസിനും കൊടുത്തു. ഞാൻ എൻ്റെ കണ്ട എല്ലാ ഫിലിപ്പീൻസിനും കൊടുത്തു. പള്ളിയിൽ ചെല്ലുമ്പോൾ പള്ളിയിൽ അവിടെ നൈജീരിയൻസ് ഉണ്ടാവും, ഫ്രഞ്ച് ഉണ്ടാവും, ട്യൂണേഷ്യൻസ് ഉണ്ടാവും, വേറെ വേറെ കൺട്രീസിൽ ഒത്തിരി കൺട്രീസ്, ഇൻ്റർനാഷണൽ ചർച്ചാണത്. അപ്പോൾ അവിടെ വരുന്ന ഏത് നാട്ടുകാരാവുമെന്ന് എനിക്കറിയത്തില്ല, നോൺ ഇന്ത്യൻസ് ആണ് അവിടെ എല്ലാം. അവർക്കെല്ലാം ഞാൻ ആ പത്രം പള്ളിയിൽ വെച്ച് കൊടുത്തു. ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി കൃപാസന പത്രം കൊടുത്തു. പിന്നെ എപ്പോഴും ഈ നമ്മുടെ തൈലം ഞാൻ കുരിശ് വരയ്ക്കും. ഇവളുടെ കണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം കണ്ണിന് കാഴ്ച കിട്ടുമെന്ന് ഉറപ്പില്ലായിരുന്നു. ഇത്രയും അതായത് അവയവങ്ങളൊന്നും പൂർണ്ണമായിട്ട് രൂപീകരിക്കുന്നതിന് മുന്നെയാണ് ഇവളെ എടുത്തത്. അതുകൊണ്ട് തന്നെ ഇവളുടെ കണ്ണിൻ്റെ പ്രശ്നം, കണ്ണിൻ്റെ റെറ്റിനകത്ത് കൃഷ്ണമണി അകത്തോട്ട് ചെന്നിട്ട് അതിന് കാഴ്ചയ്ക്കുള്ള പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് ഞാൻ മാതാവിൻ്റെ തൈലം എടുത്ത് അവളുടെ നെറ്റിയിൽ എനിക്ക് കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ കുരിശ് വരയ്ക്കുമായിരുന്നു. കുരിശ് വരച്ച് അവളുടെ കണ്ണിൽ ആദ്യം ഒരു ഇഞ്ചക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്കറിയാം അവൾക്ക് ഞങ്ങളെ കാണാൻ കഴിയുന്നുണ്ടെന്ന്. അവൾക്ക് കാണാം, ഞങ്ങൾ നോക്കി, അവൾ ചിരിക്കും, അവൾ സംസാരിക്കും, അവളെല്ലാം ചെയ്യും. ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവൾക്ക് എന്തെങ്കിലും ഒരു മെൻ്റൽ റിട്ടാർഡേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റിയോ എന്തെങ്കിലും ഒരു പ്രശ്നം വരും. കാരണം ഇവളുടെ മൂവ്മെൻറ്റ്സ് ഒന്നും ഓക്കെയല്ല, ഇവളുടെ ഒരു നോർമൽ ബേബി ആയിരിക്കത്തില്ല. അത് നിങ്ങൾ ഇപ്പോഴേ മനസ്സിൽ ആക്സെപ്റ്റ് ചെയ്യണം. ഇവൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവും എന്നോട് എൻ്റെ ഡോക്ടറിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല സാറേ, എനിക്ക് എൻ്റെ മാതാവിലും ദൈവത്തിലും വിശ്വാസമുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് എൻ്റെ മാതാവിലും ഈശോയിലും വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. 1 വയസ്സ് കഴിഞ്ഞു. അവളുടെ ജനനം വെച്ച് അവളുടെ 1 വയസ്സ് കഴിഞ്ഞു. അല്ലാത്ത അവളുടെ ഏജ് വെച്ച് അവൾ 9 മന്ത്സ് കഴിഞ്ഞിരിക്കുക. ഇതുവരെ ദൈവം സഹായിച്ച് അവൾക്കൊരു കുഴപ്പമില്ല. അവൾ നല്ല ആക്റ്റീവാണ്. അവളുടെ എല്ലാ ഡെവലപ്മെൻറ്റ്സും ഇതുവരെയുള്ളത് എല്ലാം നോർമലാണ്. അവൾ അഡ്വാൻസ് ആണെന്ന് അവർ പറയുന്നത്. ഇപ്പോൾ ആൾ പിടിച്ച് നിന്ന് തുടങ്ങി, പതുക്കെ പിടിച്ച് നിന്ന് നടന്നു തുടങ്ങി. 9ാം മാസത്തിൽ അത്ര എത്തത്തില്ല എന്ന് അവിടുത്തെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എല്ലാം പറയുന്നത്. എപ്പോൾ ചെന്നാലും അവൾക്ക് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഇവൾ 3 മാസം വെൻറ്റിലേറ്ററിൽ കിടന്നു. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം അവിടെ ചെന്ന് അവളുടെ നെഞ്ചിൽ കുരിശ് വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവളെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റുന്നത്. കാരണം അവളെ എന്ത് ചെയ്ത് വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ലായിരുന്നു. വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി അപ്പോൾ അവളുടെ ഓക്സിജൻ ലെവൽ താഴെ പോകും. അങ്ങനെ 3 മാസം കണ്ടിന്യൂസ് അവൾ വെൻറ്റിലേറ്ററിലായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ ചെന്ന് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി മാതാവിനോട് സാക്ഷ്യം പറഞ്ഞു. ഞാൻ മാതാവെ, ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളാം, എൻ്റെ കുഞ്ഞിനെ ഒരാപത്തും കൂടാതെ. പിറ്റേ ദിവസം അവളെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി നേസൽ ക്യാനിലാന്ന് പറയാം, നമ്മുടെ മൂക്കിൽ വെക്കുന്ന ചെറിയൊരു ഓക്സിജൻ, ചെറിയൊരു ഓക്സിജൻ 2 ലിറ്റർ അതിനകത്തോട്ട് അവളെ മാറ്റി. പിന്നെ അവളുടെ അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ ഫീഡിങ് ആയിരുന്നു. കാരണം എനിക്ക് മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് പാലുണ്ട്, പക്ഷേ എനിക്ക് കൊടുക്കാൻ കഴിയത്തില്ല. എൻ്റെ പാൽ അവൾക്ക് കുടിക്കാൻ കഴിയത്തില്ല, കാരണം അത് അവൾക്ക് പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അവർ കൊടുക്കുന്ന ഫീഡ് അവൾക്ക് സക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇത്രയും കൊച്ചായതുകൊണ്ട് ഓക്സിജൻ ലെവൽ താഴെ പോവും. അപ്പോൾ അതൊരു വലിയൊരു ചലഞ്ചായിരുന്നു. അവളത് പിക്കപ്പ് ചെയ്യുമോ ഇല്ലയോ എന്ന് ഡോക്ടേഴ്സിനെല്ലാം ടെൻഷനായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമില്ലാതെ അവളത് പിക്കപ്പ് ചെയ്തു. അവൾ ഓറൽ ഫീഡ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവൾ ഏപ്രിൽ 8-ാം തീയതി ഉണ്ടായി. ഓഗസ്റ്റ് 8 അവളെ ഡിസ്ചാർജ് ചെയ്തു. പിന്നെ ഞാൻ ഇങ്ങനെ ഇപ്പം നിൽക്കുന്നത്, ആരോഗ്യത്തോടെ നിൽക്കുന്ന ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥന ശേഷമാണ്. കാരണം എൻ്റെ മെഡിസിൻ 1500 mg നിന്ന് സ്റ്റാർട്ട് ചെയ്ത മെഡിസിൻ ഇപ്പോൾ ഞാൻ 250 mg വൺസ് നിലയിലോട്ട് എത്തി. എനിക്ക് ഇപ്പോൾ ലൈറ്റ് കാണാം, ഇങ്ങനെ വെട്ടം നോക്കാം, ഇങ്ങനെ ആൾക്കാരുടെ സൗണ്ട് കേൾക്കാം. ഞാൻ ഒരു ഫംഗ്ഷന് പോകത്തില്ല, കാരണം എനിക്ക് സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല. ഇറിറ്റേറ്റഡ് ആണ്. ഇവൻ കിടന്ന് ഒച്ച ഉണ്ടാക്കിയത് ഇവനെ ചീത്ത പറയും. പക്ഷേ അതിൽ നിന്നെല്ലാം ഞാൻ ഫാർ ബെറ്ററായി. അതെല്ലാം എൻ്റെ മാതാവ് തന്ന അനുഗ്രഹം, എനിക്ക് ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തന്ന എൻ്റെ അനുഗ്രഹങ്ങളാണ്. ഇതിനെല്ലാത്തിനും ഈ സാക്ഷ്യത്തിനുകൾക്കും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാത്തിനും എൻ്റെ ഈശോയോടും മാതാവിനോടും ഞാൻ നന്ദി പറയുന്നു. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയുമാകും നീ. യെശയ്യാ 58:11 തിരുവചനങ്ങളാണ്. ഇന്ന് ഈ കുടുംബം, ജാസ്മിൻ തോമസ് തൻ്റെ കുടുംബത്തോടൊപ്പം ഇവിടെ വന്ന് നിന്ന് ദൈവാനുഭവം പങ്കുവയ്ക്കുമ്പോൾ നാം കേൾക്കുകയായിരുന്നു ഈ മകളുടെ ജീവിതയാത്ര. 4 മാസം വരെ NICUയിൽ കിടന്ന് 610 ഗ്രാമിൽ വെയിറ്റിൽ മാത്രം ജനിച്ച ഒരു കുഞ്ഞ്, അവയവങ്ങളൊന്നും പൂർണ്ണ വളർച്ച എത്താത്ത ഒരു കുഞ്ഞ്, ഒരു കൈയുടെ വലിപ്പം, ഒരു കൈ പിടിയുടെ വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുക. ആ കുഞ്ഞിനെയും കൊണ്ടാണ് ഇന്ന് ഈ മകള് ഈ അൾത്താരയിൽ വന്നതെന്ന് സാക്ഷ്യം പറയുന്നത്. അതോടൊപ്പം അമ്മയ്ക്ക് കിട്ടിയ രോഗം IIH,
അതുമൂലം ഈ മകൾക്കുണ്ടായിരുന്ന സിംറ്റംസ് എല്ലാം എത്ര ഗ്രാമിൽ നിന്ന് തൻ്റെ മെഡിസിനിൽ നിന്ന് എത്രയായി കുറഞ്ഞു, അതെല്ലാം ഈ മകൾ ഇവിടെ പങ്കുവെച്ചു. അതുകൊണ്ട് തന്നെ നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ നമ്മെ ആക്കാൻ, നാം ഏത് മണലാരണ്യത്തിലാണെങ്കിലും ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലാണെങ്കിലും അങ്ങനെ നമ്മെ ആക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാ മാതാവ്. ആ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പടിപടിയായി ആ കുഞ്ഞും ഈ അമ്മയും എങ്ങനെ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.